മഴക്കാല പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചുമാറ്റുന്നതിനും നടപടി സ്വീകരിക്കണമെന്ന് ആലത്തൂർ വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു. ആലത്തൂർ താലൂക്ക് വികസന സമിതി യോഗം മിനിൽ സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ ടി.എം. ശശി എം.എൽ.എയുടെ അധ്യക്ഷതയിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഹരിത സുഭാഷ്, സുജ ശിവരാജൻ, എസ്. സംഗീത, സി. പ്രസാദ്, പി.എം. കലാധരൻ, ഗംഗാദേവി, വിജയകുമാരി, ഗിരിജാരാജൻ, ആർ. ബിജുകുമാർ, എ.പി. പ്രമോദ്, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ അമീർ, ഹാരിസ്, ഫഹദ്, രവീന്ദ്രൻ, ബി.എ. ബെന്നി എന്നിവർ പങ്കെടുത്തു. റോഡുകളിലെ വെള്ളക്കെട്ടും മാറ്റാനും യോഗം ആവശ്യപ്പെട്ടു. പിന്നെ ജലജീവൻ മിഷന്റെ കറന്റ് സ്റ്റാറ്റസ് എന്താണ്, അത് വെരി ഈസി ടു ഇംപ്ലിമെന്റ്. ഇത് രണ്ടും ഒരു അടുത്ത ഇതിലേക്ക് അതിന്റെ എന്താണ് കറന്റ് സ്റ്റാറ്റസ്, എത്രയായി, ഇത് രണ്ടും ഇതിന്റെ സ്റ്റാറ്റസ് അറിഞ്ഞാൽ വളരെ അധികം ഉപകാരം. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് എവിടെയാണോ പ്രശ്നം വരുന്നത് അവിടെ നമുക്ക് പരാതികളായിട്ട് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാവും. ഇതാണ് എന്റെ നിർദ്ദേശങ്ങൾ. ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇറങ്ങിപ്പോകുന്ന സ്ഥലമാണ് ആലത്തൂർ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ്. ആ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ നോക്കുകുത്തിയായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. അവിടെ നിൽക്കാനോ അല്ലെങ്കിൽ ഇനി ഒരു മൂത്രപ്പതയോ ഒന്നുമില്ലാതെ ഉള്ളൊരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ടോയ്ലറ്റ് അവിടെ എത്രയും വേഗം സംവിധാനങ്ങളൊക്കെ എത്രയും ജനങ്ങൾ വന്നു പോകുന്ന സ്ഥലത്ത് ഒരുവിധ സൗകര്യങ്ങളും ഇല്ലാണ്ടിരുന്നാൽ അത് വളരെയേറെ ദയനീയ അവസ്ഥയാണ് ആലത്തൂർ പഞ്ചായത്തിന്. മറ്റു പഞ്ചായത്ത് ചെറിയ പഞ്ചായത്തിലും കൂടി എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ഇവിടെ അതില്ല. ആലത്തൂർ ടൗണിലെയും ദേശീയപാതയിലെയും വെള്ളക്കെട്ടുകൾ പരിഹരിക്കുന്നതിന് ഡ്രെയിനേജ് സംവിധാനം മെച്ചപ്പെടുത്തണമെന്നും ഓപ്പറേഷൻ തൂഫാന് സ്റ്റുഡന്റ് പോലീസിന് പ്രത്യേക പരിശീലനം കൊടുക്കണമെന്നും ആലത്തൂർ ലിങ്ക് റോഡിലെയും കോർട്ട് റോഡിലെയും ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. UTV ന്യൂസ്, പാലക്കാട്.